മാസ്റ്റർ കെ അക്കാഡമിയുടെ പുതിയൊരു സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ നമ്മുടെ മൈക്രോബയോളജിസ്റ്റ്, ബാക്ടീരിയോളജിസ്റ്റ്, വാട്ടർ അതോറിറ്റിയുടെ അണ്ടറിൽ വന്നിട്ടുള്ള പോസ്റ്റിൽ കോമൺ ആയിട്ട് നേരത്തെ ചോദിച്ചുകൊണ്ടിരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസും അതിൻ്റെ ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷനും ഒക്കെയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ കോമൺ ആയിട്ട് ചോദിക്കുന്ന ഏരിയാസ് ഫോക്കസ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു സെഷൻ ഞാൻ ഇട്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിനകത്ത് മെയിനായിട്ടും ബാക്ടീരിയോളജി ലൈക്ക് മെഡിക്കൽ ബാക്ടീരിയോളജി ഉണ്ട്, പിന്നെ ഇൻഡസ്ട്രിയൽ ബാക്ടീരിയോളജി അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ മൈക്രോബയോളജി ഉണ്ട്, ഫുഡ് മൈക്രോബയോളജി, അതുപോലെ തന്നെ വാട്ടർ, ഇങ്ങനെ റിലേറ്റഡ് ആയിട്ടുള്ള കോമൺ ആയിട്ട് ചോദിച്ച് കണ്ടിട്ടുള്ള ഫോക്കസ് ഏരിയാസിൽ നിന്ന് എടുത്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. First question, which bacterial growth phase shows maximum metabolic activity? ഏത് ബാക്ടീരിയയുടെ ഏത് ഗ്രോത്ത് ഫേസിലാണ് മാക്സിമം മെറ്റബോളിക് ആക്ടിവിറ്റി കാണിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ബാക്ടീരിയൽ ഗ്രോത്ത് ഫേസിന് എത്ര ഫേസസ് ആണുള്ളത്? മെയിനായിട്ടും 4 ഫേസസ് ആണുള്ളത് അല്ലേ? ലാഗ് ഫേസ്, ലോഗ് ഫേസ്, സ്റ്റേഷനറി ഫേസ് ആൻഡ് ഫേസ് ഓഫ് ഡിക്ലൈൻ അല്ലെങ്കിൽ ഡിക്ലൈൻ ഫേസ് നമ്മൾ പറയും. ഓക്കെ, അപ്പോൾ നമ്മളതൊരു ഗ്രാഫിൽ പ്ലോട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെ ആയിരിക്കും? ദിസ് വിൽ ബി ദ ലാഗ് ഫേസ് ആൻഡ് ദ സ്റ്റഡി ലൈൻ വിൽ ബി ദ ലോഗ് ഫേസ്, then a stationary line, that is the stationary phase, then coming the decline phase. Okay, അപ്പോൾ ഈ ഒരു രീതിയിലാണ് ബാക്ടീരിയൽ ഗ്രോത്ത് കർവ് പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഇതിനകത്ത് ഏത് ഫേസിലാണ് മാക്സിമം മെറ്റബോളിക് ആക്ടിവിറ്റി നടക്കുന്നത്? മെറ്റബോളിക് ആക്ടിവിറ്റി എന്ന് പറയുമ്പോൾ ബാക്ടീരിയ നന്നായിട്ട് റെപ്ലിക്കേറ്റ് ചെയ്യുകയും അതിൻ്റെ ബയോകെമിക്കൽ റിയാക്ഷൻസ് ഒക്കെ കാണിക്കുന്നതും അതിൻ്റെ ഏറ്റവും നല്ല സ്റ്റേജ് ഏതാണ്? ഏറ്റവും മെറ്റബോളിക് ആക്ടിവിറ്റി ഏറ്റവും കൂടുതൽ കാണിക്കുന്നത് എപ്പോഴായിരിക്കും? അത് ആക്റ്റീവ്ലി റെപ്ലിക്കേറ്റ് ചെയ്യുന്ന സമയത്തായിരിക്കും അല്ലേ? അപ്പോൾ അതിനകത്ത് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഏതാണ്? ഈ ഒരു സ്റ്റേജ് ആണ് ലോഗ് ഫേസ് അല്ലേ? അപ്പോൾ അവിടെയാണ് എക്സ്പോണൻഷ്യലി ഇവർ മൾട്ടിപ്ലൈ ചെയ്യുന്നത്. സോ കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ ബി, ലോഗ് ഫേസ്. ഈ ലോഗ് ഫേസിലാണ് ബാക്ടീരിയ കൂടുതലും മെറ്റബോളിക് ആക്ടിവിറ്റി കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ലോഗ് ഫേസിൽ എന്താ സംഭവിക്കുന്നത്? ബാക്ടീരിയ ഒരു കോൺസ്റ്റന്റ് റേറ്റിൽ ഇരുന്ന് മൾട്ടിപ്ലൈ ചെയ്യുന്നു ആൻഡ് ദ സെൽസ് വിൽ ബി മെറ്റബോളിക്കലി ആക്റ്റീവ് ആൻഡ് ഇറ്റ് ഈസ് ഹൈലി സെൻസിറ്റീവ് ടു ആൻറ്റിബയോട്ടിക്സ് ആൻഡ് അതുപോലെ തന്നെ എൻവയോൺമെന്റൽ ചേഞ്ചസ് എന്തെങ്കിലും ഉണ്ടായാൽ അതിനോടും ഹൈലി ആക്റ്റീവ് ആയിരിക്കും, ഹൈലി സെൻസിറ്റീവ് ആയിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ പ്രോട്ടീൻ സിന്തസിസ്, റെപ്ലിക്കേഷൻ, എൻസൈമറ്റിക് ആക്ടിവിറ്റി, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഏറ്റവും നന്നായിട്ട് കാണിക്കുന്നത് അല്ലെങ്കിൽ ഏറ്റവും നന്നായിട്ട് ആ ബാക്ടീരിയ ചെയ്യുന്നതും ഈ ഒരു ലോഗ് ഫേസിലായിരിക്കും. ഓക്കെ, അപ്പം ഏറ്റവും നല്ല എന്താ പറയുക മെറ്റബോളിക് ആക്ടിവിറ്റി കാണിക്കുന്ന സ്റ്റേറ്റ് എന്ന് പറയുന്നത് ലോഗ് ഫേസ് ആണ്. ഓക്കെ, which stain is used for endosspore staining? Endosspore staining ന് യൂസ് ചെയ്യുന്ന സ്റ്റെയിൻ ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ക്രിസ്റ്റൽ വയലറ്റ്, ബി മാലക്കൈറ്റ് ഗ്രീൻ, സി സഫ്രാനിൻ ആൻഡ് ഡി മെത്തിലിൻ ബ്ലൂ. ഓക്കെ, അപ്പോൾ എൻഡോസ്പോർ സ്റ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഏത് സ്റ്റെയിൻ ആണ്? മാലക്കൈറ്റ് ഗ്രീൻ ആണ്. ഓക്കെ, മാലക്കൈറ്റ് ഗ്രീൻ ആണ് നമ്മൾ എൻഡോസ്പോർ സ്റ്റെയിനിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഷെയ്ഫർ ഫുൾട്ടൺ സ്റ്റെയിൻ ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ ഈ പറയുന്ന എൻഡോസ്പോർ സ്റ്റെയിനിങ് ചെയ്യുന്നത്. ബാക്കിയുള്ളതൊക്കെ എന്ന് പറയുന്നത് നമ്മൾ ക്രിസ്റ്റൽ വയലറ്റ് ആണെങ്കിൽ നമ്മൾ ഗ്രാം സ്റ്റെയിനിങ്ങിൽ യൂസ് ചെയ്യും, സഫ്രാനിനും ഗ്രാം സ്റ്റെയിനിങ്ങിൽ യൂസ് ചെയ്യാം, മെത്തിലിൻ ബ്ലൂ എന്ന് പറയുന്നത് അതല്ലാതെ നമുക്ക് സിമ്പിൾ സ്റ്റെയിൻ ആയിട്ട് സിംഗിൾ ആയിട്ട് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ എൻഡോസ്പോർ സ്റ്റെയിനിങ്ങിന് നമ്മൾ യൂസ് ചെയ്യുന്നത് കോമൺ ആയിട്ട് മാലക്കൈറ്റ് ഗ്രീൻ ആണ്. ഓക്കെ, അപ്പോൾ ഈ എന്താ പറയുക മാലക്കൈറ്റ് ഗ്രീൻ നമ്മൾ യൂസ് ചെയ്യുന്നത് ഷെയ്ഫർ ഫുൾട്ടൺ മെത്തേഡിലാണ്. അവിടെ നമ്മൾ എന്താ പറയുക പ്രൈമറി സ്റ്റെയിൻ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് മാലക്കൈറ്റ് ഗ്രീൻ ആൻഡ് കൗണ്ടർ സ്റ്റെയിൻ ആയിട്ട് നമ്മൾ സഫ്രാനിനും യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പം ഇതിനകത്ത് നമുക്കൊരു കൺഫ്യൂഷൻ വരും. അതായത് സഫ്രാനിനും ഓപ്ഷനിലുണ്ടായിരുന്നു, മാലക്കൈറ്റ് ഗ്രീനും ഓപ്ഷനിലുണ്ടായിരുന്നു. അപ്പോൾ എന്തായിരിക്കും കറക്റ്റ്? രണ്ടും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ട, അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ആലോചിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പോറിനെ സ്റ്റെയിൻ ചെയ്യുന്ന ഏതാണ്? അതിനകത്ത് സ്പോറിനെ മെയിനായിട്ടും സ്റ്റെയിൻ ചെയ്യുന്നത് ഏത് സ്റ്റെയിൻ ആണെന്ന് നമ്മൾ നോക്കുക. അപ്പോൾ ഇതിനകത്ത് സ്പോറിനെ സ്റ്റെയിൻ ചെയ്യുന്നത് ആരായിരിക്കും? മാലക്കൈറ്റ് ഗ്രീൻ ആയിരിക്കും.
സഫ്രാനിനെ സ്റ്റെയിൻ ചെയ്യുന്നത്, സഫ്രാനിനെ എന്തിനായിരിക്കും സ്റ്റെയിൻ ചെയ്യുന്നത്? ബാക്കിയുള്ള മെറ്റീരിയൽസ്, അതായത് ബാക്ടീരിയാസ് അവിടെ ഉണ്ടാവാം, അല്ലെങ്കിൽ എന്തെങ്കിലും സാധനങ്ങൾ ഉണ്ടാവും, അതെല്ലാം സ്റ്റെയിൻ എടുക്കുന്നത് റെഡ് കളർ, അതായത് സഫ്രാനിന്റെ കളർ ആയിരിക്കും എടുക്കുന്നത്. ഓക്കെ, അപ്പം എൻഡോസ്പോർസ് ഏത് കളറിൽ കാണും? മാലക്കൈറ്റ് ഗ്രീനിന്റെ കളർ ആയിട്ടുള്ള ഗ്രീൻ കളറിൽ കാണും. ആൻഡ് വെജിറ്റേറ്റീവ് സെൽസ് അല്ലെങ്കിൽ എനി അതർ മെറ്റീരിയൽസ് വിൽ അപ്പിയർ ഇൻ റെഡ് കളർ. ഓക്കെ, അപ്പം അങ്ങനെയാണ് നമ്മൾ എല്ലാ സ്റ്റെയിനിങ് ചോദിച്ചാലും ആ ഒരു രീതിയിലായിരിക്കും ആൻസർ ചെയ്യേണ്ടത് കേട്ടോ. Then, third question, which bacterial arrangement is seen in Streptococci? Streptococcus എന്ന് പറയുന്ന ബാസിലസ് നോർമലി കാണിക്കുന്ന അറേഞ്ച്മെന്റ് ഏതാണെന്നാണ് ചോദിച്ചത്. ഓക്കെ, അപ്പം 4 ഓപ്ഷൻസ് ആണ്. ഓപ്ഷൻ എ ക്ലസ്റ്റേഴ്സ്, ബി ചെയിൻസ്, സി ടെട്രാഡ്സ് ആൻഡ് ഡി ക്യൂബിക്കൽ പാക്കറ്റ്സ്. ഓക്കെ, നമുക്കറിയാം കൊക്കൈസ് പല രീതിയിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അല്ലെ. സിംഗിൾ ഉണ്ട്, പെയർ ഉണ്ട്, ചെയിൻ ഉണ്ട്, ക്ലസ്റ്റർ ഉണ്ട്, ടെട്രാഡ് ഉണ്ട്, അതുപോലെ തന്നെ ഗ്രൂപ്പ് ഓഫ് 8 ക്യൂബിക്കൽ പാക്കറ്റ്സ് ആയിട്ട് കാണാറുണ്ട്. അപ്പൊ ഇതെല്ലാം ഓരോ ഓർഗാനിസത്തിന്റെയും മോർഫോളജിക്കൽ ഫീച്ചേഴ്സ് ആണ്. ഓക്കെ, അപ്പൊ സ്ട്രെപ്റ്റോകോക്കസ് മെയിൻ ആയിട്ടും കാണുന്നത് എങ്ങനെയാണ്? ചെയിൻസ് ആണ്. ഓക്കെ, പക്ഷെ സ്ട്രെപ്റ്റോകോക്കസ് നിമോണിയ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ പെയർ ആയിട്ടായിരിക്കും കാണുന്നത്. സ്ട്രെപ്റ്റോകോക്കസ് നിമോണിയ ആണെങ്കിൽ പെയർ. പക്ഷെ കോമൺ ആയിട്ട് സ്ട്രെപ്റ്റോകോക്കസ് ചോദിക്കുകഴിഞ്ഞാൽ ഒരു നോർമൽ ഫ്ലോറ അങ്ങനത്തെ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, അപ്പൊ അവരെല്ലാവരും പയോജൻസും ഒക്കെ ഈ പറയുന്ന ചെയിൻസ്, ഷോർട്ട് ചെയിൻസ് ആയിട്ടായിരിക്കും കാണാറുള്ളത്. ഓക്കെ, പിന്നെ ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഏതായിരുന്നു? നമ്മുടെ എന്താണ്, ക്ലസ്റ്റേഴ്സ് ആയിരുന്നു അല്ലെ. ക്ലസ്റ്റേഴ്സിൽ കാണുന്ന ഓർഗാനിസം ഏതാണ്? സ്റ്റഫൈലോകോക്കസ് ഓറിയസ് ആണ് ക്ലസ്റ്റേഴ്സ് ആയിട്ട് കാണുന്നത്. ദെൻ ടെട്രാഡ്സിൽ കാണുന്ന ആരാണ്? മൈക്രോകൊക്കയൊക്കെയാണ് ടെട്രാഡ്സിൽ കാണുന്നത്. ദെൻ ക്യൂബിക്കൽ കൊക്കയിൽ ക്യൂബിക്കൽ പാക്കറ്റ്സ് ആയിട്ട് കാണുന്ന ആരായിരുന്നു? സെർസീനിയ പോലെയുള്ള ഓർഗാനിസംസ് ഒക്കെയാണ് ക്യൂബിക്കൽ പാക്കറ്റ്സ് ആയിട്ട് കാണുന്നത്. ഓക്കെ, അപ്പം സ്ട്രെപ്റ്റോകോക്കയെ കാണിക്കുന്നത് ചെയിൻ അറേഞ്ച്മെന്റ് ആണ്. ഓക്കെ, അപ്പൊ അതെന്തുകൊണ്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സ്ട്രെപ്റ്റോകോക്കസ് ഇറ്റ് ഡിവൈഡ്സ് ഇൻ വൺ പ്ലെയിൻ ആൻഡ് റിമെയിൻ അറ്റാച്ച്ഡ് ടു ഫോം ചെയിൻസ്. ഓക്കെ, സ്ട്രെപ്റ്റോകോക്കസ് ഒരു പ്ലെയിനിൽ മാത്രമായിരിക്കും ഡിവിഷൻ നടക്കുന്നത്. ഓക്കെ, ആൻഡ് അതിങ്ങനെ അറ്റാച്ച് ചെയ്ത് പോകും. സ്റ്റഫൈലോകോക്കസിന്റെ കേസ് നോക്കുമ്പോൾ മൾട്ടിപ്പിൾ പ്ലെയിൻസിൽ നിന്നായിരിക്കും അവർ ഡിവൈഡ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ക്ലസ്റ്റേഴ്സ് ആയിട്ട് കാണുന്നത്. ഓക്കെ, which organism is used as an indicator of fecal contamination in water? വെള്ളത്തിൽ ഫീക്കൽ കണ്ടാമിനേഷന്റെ ഇൻഡിക്കേറ്റർ ഏതാണ്? ഈസി ക്വസ്റ്റ്യൻ ആണ്, അതുപോലെ തന്നെ കോമൺ ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഓപ്ഷൻ എ ബാസിലസ് സബ്റ്റിലസ്, ഓപ്ഷൻ ബി ലാക്ടോബാസിലസ്, സി എഷ്രിഷ്യ കോളൈ ആൻഡ് ഡി സ്റ്റഫൈലോകോക്കസ് ഓറിയസ്. ഓക്കെ, നമുക്കറിയാം ഫീക്കൽ കണ്ടാമിനേഷന്റെ ഇൻഡിക്കേറ്റർ ഓർഗാനിസം ഈസ് ഏതാണ്? ഈക്കോളൈ ആണ്. ഓക്കെ, അപ്പൊ ഈക്കോളൈ എന്തുകൊണ്ടാണ് ഫീക്കൽ കണ്ടാമിനേഷനിൽ നമ്മൾ വരുത്തുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈക്കോളൈ എന്ന് പറയുന്നത് നമ്മുടെ ഇൻഡസ്റ്റൈനിൽ ഒരു നോർമൽ ഫ്ലോറയാണ്. ഓക്കെ, അപ്പൊ അത് നമ്മുടെ ഫീസിസിൽ പ്രസന്റ് ആണ് എന്നുണ്ടെങ്കിൽ എന്താ അതിന്റെ മീനിങ് എന്ന് പറഞ്ഞാൽ ആ വെള്ളം ഫീക്കലി കണ്ടാമിനേറ്റഡ് ആണ്, അതും റീസെന്റ്ലി കണ്ടാമിനേറ്റഡ് ആണെന്നാണ് അർത്ഥം. കാരണം ഈ പറയുന്ന ഈക്കോളൈക്ക് കുറെ നാളൊന്നും, അതായത് കുറച്ച് 1 or 2 days മാക്സിമം അത്രേ സർവൈവ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ ഈക്കോളൈനെ നമ്മൾ വെള്ളത്തിൽ ഡിറ്റർമൈൻ ചെയ്ത് റീസെന്റ് ഫീക്കൽ കണ്ടാമിനേഷൻ ഉണ്ടെന്നാണ് അർത്ഥം, എക്സ്പെഷ്യലി തെർമോടോളറന്റ് ഈക്കോളൈ. ഓക്കെ, അപ്പൊ ഈക്കോളൈ ഈസ് എ normal intestinal inhabitant and its presence in water indicates fecal contamination and presence of enteric pathogens. അപ്പോൾ ഈ പറയുന്ന ഈക്കോളൈ ചിലപ്പോൾ എന്താ പറയാ നോൺ പത്തോജനിക് ആയിരിക്കാം അല്ലേ, പക്ഷേ ബാക്കിയുള്ള ചിലപ്പോൾ ആ ഫീക്കൽ കണ്ടാമിനേഷനിൽ പറയുമ്പോൾ അതിനകത്ത് ചിലപ്പോൾ പത്തോജനിക് ഓർഗാനിസംസും കാണാം. സാൽമണല്ല പോലെയുള്ള പത്തോജൻസും ചിലപ്പോൾ ആ ഫീസസിൽ കാണാം. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കണം. അങ്ങനെയുള്ള ഫീക്കൽ കണ്ടാമിനേഷൻ നമ്മൾ വാട്ടറിലൊക്കെ കണ്ടെത്തുകയാണെന്നുണ്ടെങ്കിൽ we should be very careful. Okay. The process of heating milk at 72 degrees Celsius for 15 seconds is called option A sterilization, B boiling, C pasteurization and D tyndallization. ഓക്കെ, അപ്പൊ നമ്മൾ 72 ഡിഗ്രി സെൽഷ്യസ് 15 സെക്കൻഡ്സ് മിൽക്ക് ഹീറ്റ് ചെയ്യുന്ന പ്രോസസ്സിന്റെ പേരെന്താണ്? ഈസി ആണ് അല്ലേ. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് പാസ്ചറൈസേഷൻ ആണ്. ഓക്കെ, അപ്പോൾ പാസ്ചറൈസേഷൻ എന്ന് പറയുമ്പോൾ ഈ 72 ഡിഗ്രി ഫോർ 15 സെക്കൻഡ്സ് എന്ന് പറയുന്നത് HTST മെത്തേഡ് ആണ്, ഹൈ ടെമ്പറേച്ചർ ഷോർട്ട് ടൈം.
ഓക്കെ, അപ്പം അത് കഴിഞ്ഞ് നമ്മൾ റാപ്പിഡ് ആയിട്ട് കൂൾ ചെയ്യും, കണ്ടാമിനേഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് റാപ്പിഡ് ആയിട്ട് കൂൾ ചെയ്യും. ആൻഡ് ഇറ്റ് ഡിസ്ട്രോയ്സ് മോസ്റ്റ് ഓഫ് ദ പത്തോജനിക് ഓർഗാനിസം ആൻഡ് ന്യൂട്രീഷണൽ ക്വാളിറ്റി നമുക്ക് പ്രിസർവ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, then which microorganism is commonly used in bread making? ബ്രെഡ് മേക്കിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഓർഗാനിസം ഏതാണ്? അനദർ കോമൺലി ചോദിച്ചു വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഓപ്ഷൻ എ ആസ്പെർജില്ലസ് നൈഗർ, ബി സെക്കാരോമൈസിസ് സെർവേസിയെ, സി പെൻസിലിയം ക്രയോസ്റ്റോജീനം, ദെൻ റൈസോപ്പസ് സ്റ്റൊളോണിഫർ. ഓക്കെ, നമുക്കറിയാം അല്ലേ, ബ്രെഡ് മേക്കിങ്ങിന് നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഓർഗാനിസം ഈസ് സെക്കറോമൈസിസ് സെർവേസിയെ ആണ്. ആൻഡ് ദിസ് സെക്കറോമൈസിസ് സെർവേസി ഈസ് ഓൾസോ നോൺ ആസ് ബേക്കേഴ്സ് ഈസ്റ്റ്. അതും ചോദിക്കാം കേട്ടോ. ബേക്കേഴ്സ് ഈസ്റ്റ് എന്നറിയപ്പെടുന്ന ഓർഗാനിസം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെക്കറോമൈസിസ് സെർവേസി ഈസ് ദ ആൻസർ. ഓക്കെ, അപ്പോൾ ഇവരെന്താ ചെയ്യുന്നത്? ദിസ് സെക്കറോമൈസിസ് ഷുഗറിനെ ഫെർമെന്റ് ചെയ്തിട്ട് അവിടെ കാർബൺ ഡൈ ഓക്സൈഡ് പ്രൊഡ്യൂസ് ചെയ്യും. ആ കാർബൺ ഡൈ ഓക്സൈഡ് മൂലമാണ് നമ്മുടെ ഡോ റൈസ് ആവുന്നത്. ഓക്കെ, മാവൊക്കെ പൊങ്ങി വരുന്നത് എന്തുകൊണ്ടാണ്? ഷുഗർ ഫെർമെന്റേഷൻ നടക്കുന്നത് വഴി അവിടെ കാർബൺ ഡൈ ഓക്സൈഡ് പ്രൊഡ്യൂസ് ചെയ്യും. അതുകൊണ്ടാണ് നമ്മുടെ മാവൊക്കെ പൊങ്ങി വരുന്നത്. ഓക്കെ, then which gas is mainly produced during alcoholic fermentation? ആൽക്കഹോളിക് ഫെർമെന്റേഷന്റെ ടൈമിൽ ഏത് ഗ്യാസ് ആണ് മെയിൻ ആയിട്ടും പ്രൊഡ്യൂസ് ആവുന്നത്? ഓക്കെ, ഓപ്ഷൻ എ ഓക്സിജൻ, ബി നൈട്രജൻ, സി കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് ഡി ഹൈഡ്രജൻ സൾഫൈഡ്. ഓക്കെ, ഇതിനകത്ത് ഏത് ഗ്യാസ് ആണ് മെയിൻ ആയിട്ടും ആൽക്കഹോളിക് ഫെർമെന്റേഷനിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? കറക്റ്റ് ആൻസർ ഇസ് കാർബൺ ഡൈ ഓക്സൈഡ്. ഓക്കെ, അപ്പം ആൽക്കഹോളിക് ഫെർമെന്റേഷന്റെ സമയത്ത് നമ്മൾ മുമ്പേ പറഞ്ഞു എന്താണ്, ഈസ്റ്റ് എന്താ ചെയ്യുന്നത്? ഗ്ലൂക്കോസിനെ എത്തനോളും കാർബൺ ഡൈ ഓക്സൈഡും ആക്കി മാറ്റും. ഓക്കെ, അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് ആണ് അവിടെ ഫോം ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ വിച്ച് ഗ്യാസ് is mainly produced during alcoholic fermentation? Correct answer is carbon dioxide. Then which bacterium is known as the golden staff? Golden staff എന്നറിയപ്പെടുന്നത് ആരാണ്? ഓപ്ഷൻ എ Streptococcus pyogenes, ബി Staphylococcus aureus, സി Bacillus anthracis, Neisseria meningitidis. ഓക്കെ, ഇതിനകത്ത് ഗോൾഡൻ സ്റ്റാഫ് പേരിൽ തന്നെയുണ്ട്. സ്റ്റാഫ് മീൻസ് സ്റ്റഫൈലോകോക്കസ് അല്ലേ? അപ്പോൾ ഗോൾഡൻ കളറിലെ പിഗ്മെന്റ്സ് പ്രൊഡ്യൂസ് ചെയ്യും. നമ്മൾ കൾച്ചർ മീഡിയയിൽ ഗ്രോ ചെയ്ത് കഴിഞ്ഞ് നമ്മൾ കോളനീസ് നോക്കുമ്പോൾ കോളനിയുടെ കളർ എന്തായിരിക്കും? ഗോൾഡൻ കളറിൽ നമുക്ക് കാണാൻ പറ്റും. ഡ്യൂ ടു കെരോട്ടനോയിഡ് പിഗ്മെന്റ്സ് അവർ പ്രൊഡ്യൂസ് ചെയ്യും. ഈ സ്റ്റഫൈലോകോക്കസിന്റെ ഒരു പ്രത്യേകതയാണ് അവർ ഈ കെരോട്ടനോയിഡ് പിഗ്മെന്റ്സ് പ്രൊഡ്യൂസ് ചെയ്യും. ആൻഡ് ന്യൂട്രിയൻ്റ് അഗാറിലൊക്കെ കോളനി ഗ്രോ ചെയ്യുമ്പോൾ നല്ല ഗോൾഡൻ യെല്ലോ കളറിലായിരിക്കും നമുക്ക് കാണാൻ സാധിക്കുന്നത്. അങ്ങനെ നമുക്ക് ഈസിലി ഡിറ്റക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ഗോൾഡൻ സ്റ്റാഫ് എന്നറിയപ്പെടുന്ന ആരെയാണ്? സ്റ്റഫൈലോകോക്കസ് ഓറിയസിനെയാണ്. ആൻഡ് ദ സ്റ്റഫൈലോകോക്കസ് ഓറിയസ് പ്രൊഡ്യൂസ് എ ഗോൾഡൻ യെല്ലോ പിഗ്മെന്റ് colonies due to the carotenoid pigments. Then the bacterial flagellar protein is ഉണ്ടാക്കിയിരിക്കുന്നത് എന്ത് വെച്ചിട്ടാണെന്നാണ് ചോദിച്ചത്. ഓക്കെ, കെരാറ്റിൻ, ആക്റ്റിൻ, ഫ്ലജെല്ലിൻ, ട്യൂബുലിൻ. കറക്റ്റ് ആൻസർ ഈസ് ഫ്ലജെല്ലിൻ. ഓക്കെ, ബാക്ടീരിയൽ ഫ്ലജെല്ല ഉണ്ടാക്കിയിരിക്കുന്നത് പ്രോട്ടീൻ വിച്ച് ഇസ് നോൺ ആസ് ഫ്ലജെല്ലിൻ ആണ്. ഈ ഫ്ലജെല്ലിൻ ഹെലിക്കൽ സ്ട്രക്ചേഴ്സിൽ അറേഞ്ച് ചെയ്തിട്ടാണ് എന്ത് ഫോം ചെയ്തിരിക്കുന്നത്? ഫ്ലജെല്ലിൻ ഇങ്ങനെ ഹെലിക്കൽ സ്ട്രക്ചേഴ്സിൽ അറേഞ്ച് ചെയ്ത് റൗണ്ട് ഷേപ്പ് ഇങ്ങനെ ഹെലിക്കൽ സ്ട്രക്ചർ പോലെ ഫോം ചെയ്യും. അങ്ങനെയാണ് എന്തുണ്ടാവുന്നത്? ഫ്ലജെല്ല ഉണ്ടാവുന്നത്. ഫ്ലജെല്ല എന്തിനാണ് ഫ്ലജെല്ലയുടെ യൂസ്? മോർട്ടിലിറ്റിക്ക് വേണ്ടിയിട്ടാണ് ഫ്ലജെല്ല ബാക്ടീരിയ യൂസ് ചെയ്യുന്നത്. ഓക്കെ, പല ടൈപ്പിലുള്ള ഫ്ലജെല്ല ഉണ്ട്. പെരിട്രൈക്കസ് ഫ്ലജെല്ല, മോണോട്രൈക്കസ് ഫ്ലജെല്ല, ആംഫിട്രൈക്കസ് ഫ്ലജെല്ല. അപ്പോൾ ഇതിൻ്റെ എല്ലാം എക്സാമ്പിൾസും നോക്കിയിരുന്നതാണ്. പെരിട്രൈക്കസ് ഫ്ലജെല്ല എന്ന് പറഞ്ഞാൽ എന്താണെന്നും, പെരിട്രൈക്കസ് എന്ന് പറഞ്ഞാൽ ബോഡി ഫുൾ. ഇപ്പോൾ ബാക്ടീരിയ ഇങ്ങനെ ഇരിക്കുന്നെങ്കിൽ ബാക്ടീരിയയുടെ ബോഡിയിൽ നിന്ന് ഫുൾ സ്ഥലത്തു നിന്നും എന്താണ് ഫ്ലജെല്ല അറൈസ് ചെയ്യുന്നുണ്ടെന്ന് നമ്മൾ അതിനെ പെരിട്രൈക്കസ് എന്ന് പറയും. മോണോട്രൈക്കസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ബാക്ടീരിയയുടെ ഒരു വശത്തു നിന്ന് മാത്രം ഒരു ഫ്ലജെല്ല മാത്രമേ ഉള്ളതിനെ നമ്മൾ മോണോട്രൈക്കസ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ പല സ്ട്രക്ചേഴ്സിലുള്ള ഫ്ലജെല്ലാസ് അവൈലബിൾ ആണ്. അപ്പോൾ അതും അതിൻ്റെ എക്സാമ്പിൾസും കൂടെ നോക്കി വെക്കുക. ഓക്കെ, then which type of immunity is produced after vaccination?
വാക്സിനേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ഏത് ടൈപ്പ് ഓഫ് ഇമ്മ്യൂണിറ്റി ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? കുറച്ച് ട്രിക്കി ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് വൺ ഇസ് നാച്ചുറൽ പാസീവ് ഇമ്മ്യൂണിറ്റി. സെക്കൻഡ് വൺ ആർട്ടിഫിഷ്യൽ ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി. തേർഡ് ഓപ്ഷൻ നാച്ചുറൽ ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി. ഫോർത്ത് വൺ ആർട്ടിഫിഷ്യൽ പാസീവ് ഇമ്മ്യൂണിറ്റി. ഇതിനകത്ത് ഈ നാച്ചുറൽ എന്ന് ഉദ്ദേശിക്കുന്നത് എന്തായിരിക്കും? നമുക്ക് ഒന്നെങ്കിൽ ഇൻഫെക്ഷൻ വന്നതായിരിക്കും, അല്ലെങ്കിൽ മദറിൽ നിന്ന് ബേബിയിലേക്ക് ട്രാൻസ്ഫർ ആയതായിരിക്കും. അപ്പോൾ മദർ ടു ബേബി ട്രാൻസ്ഫർ ആവുന്നതിനെ നമ്മൾ നാച്ചുറൽ പാസീവ് ഇമ്മ്യൂണിറ്റി എന്ന് പറയും. നാച്ചുറൽ ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? നമുക്കൊരു ഇൻഫെക്ഷൻ വന്നു, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ചിക്കൻ പോക്സ് വന്നു, ചൈൽഡ്ഹുഡിൽ ചിക്കൻ പോക്സ് വന്ന് നമ്മുടെ ബോഡിയിൽ ഓൾറെഡി എന്താണ് മെമ്മറി സെൽസ് പ്രൊഡ്യൂസ് ചെയ്യും, ആൻഡ് നമുക്ക് ഫെർദർ ഇൻഫെക്ഷൻസ് വരാതെ അത് പ്രിവെന്റ് ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ നാച്ചുറൽ ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. നമുക്ക് ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞ് നമ്മളെ പിന്നീട് ഇൻഫെക്ഷനിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ നാച്ചുറൽ ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ബാക്കി രണ്ട് ഓപ്ഷൻസ് ഏതൊക്കെയാണ്? ആർട്ടിഫിഷ്യൽ ആക്റ്റീവ് ഇമ്മ്യൂണിറ്റിയും ആർട്ടിഫിഷ്യൽ പാസീവ് ഇമ്മ്യൂണിറ്റി. അപ്പോൾ അത് തമ്മിൽ എങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ, പാസീവ് എന്ന് വെച്ചാൽ എന്തായിരിക്കും? പ്രത്യേകിച്ച് ഫംഗ്ഷൻ ഒന്നും അവിടെ ഇല്ല അല്ലേ, ജസ്റ്റ് നമ്മൾ ചുമ്മാ ഇരിക്കുക, ഇമ്മ്യൂണിറ്റി കിട്ടുക. അപ്പോൾ അവിടെ എന്തായിരിക്കും നമുക്ക് ഇഞ്ചെക്ട് ചെയ്യുന്നത്? ഇമ്മ്യൂണോഗ്ലോബുലിൻസ് ആയിരിക്കും. അതായത് ആന്റിബോഡീസ് ഡയറക്റ്റ് ആയിട്ട് ഒരാളിലേക്ക് കൊടുക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ പാസീവ് ഇമ്മ്യൂണിറ്റി എന്ന് പറയും. അതല്ല, നമ്മൾ എന്താണ്, നമുക്ക് പല ടൈപ്പ് ഓഫ് വാക്സിൻ ഉണ്ട്, കിൽഡ് വാക്സിൻ ഉണ്ട്, ലൈവ് വാക്സിൻ ഉണ്ട്. അപ്പോൾ അതിനകത്തൊക്കെ എന്തായിരിക്കും? ഓർഗാനിസം അതേമാതിരി പ്രസന്റ് ആയിരിക്കും, അല്ലെങ്കിൽ ടോക്സിൻ ആണെങ്കിൽ അതിന്റെ ടോക്സോയിഡ് ഫോം അതേമാതിരി പ്രസന്റ് ആണ്. അത് നമ്മുടെ ബോഡിയിലേക്ക് നമ്മൾ ഇഞ്ചെക്ട് ചെയ്യുന്നു, ആൻഡ് എന്ത് സംഭവിക്കും? നമ്മുടെ ബോഡി ഒരു ഫോറിൻ സബ്സ്റ്റൻസ്, അതായത് ആ ഒരു ലൈവ് അല്ലെങ്കിൽ കിൽഡ് ആയിട്ടുള്ള ഒരു ആന്റിജൻ, അതിനെതിരെ എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? ആന്റിബോഡി പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ അവിടെ നമ്മുടെ ബോഡി ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യാണ്, നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം ആക്റ്റീവ്ലി വർക്കിംഗ് ആണ്. അപ്പോൾ അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ആർട്ടിഫിഷ്യൽ ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി. ഓക്കെ, അപ്പോൾ വാക്സിനേഷൻ കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഏത് ടൈപ്പിലുള്ള ഇമ്മ്യൂണിറ്റിയാണ് കിട്ടുന്നത്? ആർട്ടിഫിഷ്യൽ ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി. Okay, but vaccination introduces this antigen artificially, which stimulate the body to produce antibody as well as memory cells. Okay. Which immunoglobulin can cross the placenta? Placenta cross ചെയ്യാൻ കഴിവുള്ള immunoglobulin ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. Okay. പ്ലാസന്റെ ക്രോസ് ചെയ്യാൻ കഴിവുള്ള ഓർഗാനിസം ഏതാണ്? സോറി, ഇമ്മ്യൂണോഗ്ലോബുലിൻ ഏതാണ്? നമുക്കറിയാം 5 ഇമ്മ്യൂണോഗ്ലോബുലിൻസ് ഉള്ളത് അല്ലേ, GAMED, ഇങ്ങനെ 5 എണ്ണം ഉള്ളത്. ഇതിനകത്ത് പ്ലാസന്റെ ക്രോസ് ചെയ്യുന്ന ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻഡ് കറക്റ്റ് ആൻസർ ഈസ് IgG. ഓക്കെ, IgG is the only antibody that can cross the placenta. ആൻഡ് അങ്ങനെ ക്രോസ് ചെയ്യുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? ഫീറ്റസിന് ഇമ്മ്യൂണിറ്റി കൊടുക്കുക. ഓക്കെ, IgG provide the passive immunity to the fetus by crossing the പ്ലാസൻഡ. ആൻഡ് അങ്ങനെ ക്രോസ് ചെയ്ത് വരുന്നത് വഴി ഉണ്ടാവുന്ന ഒരു കണ്ടീഷൻ ആണ് എറിത്രോബ്ലാസ്റ്റോസിസ് ഫീറ്റാലിസ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, അതും ജസ്റ്റ് ഒന്ന് നോക്കുക. ഓക്കെ, ആൻഡ് ബാക്കിയുള്ള ഇമ്മ്യൂണോഗ്ലോബുലിൻസ് നോക്കുകയാണെങ്കിൽ IgA എന്ന് പറയുന്ന മ്യൂക്കോസൽ ഇമ്മ്യൂണിറ്റി പ്രൊവൈഡ് ചെയ്യും. നമ്മുടെ മ്യൂക്കോസൽ സർഫസിലൊക്കെ കാണുന്ന ആന്റിബോഡി IgA ആണ്. IgM എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു ഇൻഫെക്ഷൻ ഉണ്ടായി കഴിയുമ്പോൾ നമ്മുടെ ബോഡിയിൽ ആദ്യമായിട്ട് സിന്തസൈസ് ചെയ്യുന്ന ആന്റിബോഡിയാണ് IgM എന്ന് പറയുന്നത്. ആൻഡ് IgE എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അലർജിക് റിയാക്ഷൻസ് അല്ലെങ്കിൽ എന്തെങ്കിലും ഹെൽമിന്തിക് ഇൻഫെക്ഷൻസ്, മെയിൻ ആയിട്ടും അലർജിക് റിയാക്ഷൻസിൽ കൂടുതലായിട്ടും എലവേറ്റഡ് ആവുന്ന ആന്റിബോഡിയാണ് IgE. ഓക്കെ, hemolysis on blood agar caused by complete RBC destruction is called option A alpha hemolysis, B beta hemolysis, C gamma hemolysis and D delta hemolysis. എന്താ നമ്മളോട് ചോദിച്ചിരിക്കുന്നത്? ഹീമോലൈസിസ്, ബ്ലഡ് അഗാറിൽ നമ്മൾ ഹീമോലൈസിസ് ആൽഫ ബീറ്റ ഗാമ ഉണ്ടെന്ന് നമ്മൾ പഠിച്ചു അല്ലേ. അപ്പം അങ്ങനെ ബ്ലഡ് അഗാറിൽ നമ്മൾ ഹീമോലൈസിസ് കണ്ടു. ആൻഡ് കംപ്ലീറ്റ് ആയിട്ട് RBCനെ ഡിസ്ട്രക്ട് ചെയ്യുന്ന രീതിയിലാണ് ഹീമോലൈസിസ് കണ്ടത്. അങ്ങനെയാണെങ്കിൽ അതിന്റെ പേരെന്താണ്? ഓക്കെ, അപ്പൊ കംപ്ലീറ്റ് RBC ഡിസ്ട്രക്ഷൻ നടന്നെങ്കിൽ അതിന് നമ്മൾ പറയുന്നതാണ് ബീറ്റ ഹീമോലൈസിസ്. ഓക്കെ, ആൽഫ എന്ന് പറയുമ്പോൾ എന്താണ്? പാർഷ്യൽ ഹീമോലൈസിസ് ആണ്. അവിടെ പാർഷ്യലി ഹീമോലൈസിസ് മാത്രമേ നടക്കത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരു ഗ്രീനിഷ് ഡിസ്കളറേഷൻ ആയിരിക്കും നമുക്ക് കോളനി സറൗണ്ട് ചെയ്ത് കാണുന്നത്. ആൻഡ് ഗാമ എന്ന് പറഞ്ഞാൽ ഹീമോലൈസിസ് ആബ്സെന്റ് ആയിരിക്കും. അങ്ങനെയുള്ളതിനെ നമ്മൾ ഗാമ ഹീമോലൈസിസ് എന്ന് പറയും. സോ കംപ്ലീറ്റ് ഹീമോലൈസിസ് എന്ന് പറയുമ്പോൾ എന്താണ്? ബീറ്റയാണ്. ഓക്കെ, the transfer of plasmid DNA through direct contact is called
ഓക്കെ, അപ്പം ഡയറക്റ്റ് കോണ്ടാക്ട് വഴി മറ്റൊരു ബാക്ടീരിയയിലേക്ക് അല്ലെങ്കിൽ മറ്റൊരു പ്ലാസ്മിഡിലേക്ക് നമ്മൾ DNA ട്രാൻസ്ഫർ ചെയ്യുന്നതിന് പറയുന്ന പേരെന്താണ്? ഓപ്ഷൻ എ ട്രാൻസ്ഫോർമേഷൻ, ബി ട്രാൻസ്ഡക്ഷൻ, കോൺജുഗേഷൻ ആൻഡ് മ്യൂട്ടേഷൻ. കറക്റ്റ് ആൻസർ ഇസ് കോൺജുഗേഷൻ. കോൺജുഗേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മൾ സെക്സ് പൈലി ചില ബാക്ടീരിയാസിന് എന്തുണ്ട്? നമ്മൾ ഫിംബ്രിയ പിലിയൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലേ? ഫിംബ്രിയ എന്ന് പറയുമ്പോൾ അറ്റാച്ച്മെന്റിന് വേണ്ടിയിട്ടാണ്. ആൻഡ് ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് പിലി ഉണ്ട്, അതിനെ നമ്മൾ സെക്സ് പിലി എന്ന് പറയും. ആ സെക്സ് പിലിയാണ് ഈ പറയുന്ന കോൺജുഗേഷന് ഹെൽപ്പ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ കോൺജുഗേഷൻ ഇൻവോൾവ്സ് എ ട്രാൻസ്ഫർ ഓഫ് ജനറ്റിക് മെറ്റീരിയൽ ത്രൂ സെക്സ് പിലി ബിറ്റ്വീൻ ദ ബാക്ടീരിയൽ സെൽസ്. ബാക്ടീരിയൽ സെൽസ് തമ്മിൽ എന്താണ് അങ്ങോട്ടും ഇങ്ങോട്ടും ജനറ്റിക് മെറ്റീരിയൽ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഓർഗനാണ് സെക്സ് പിലി എന്ന് പറയുന്നത്. ആൻഡ് ആ ഒരു പ്രോസസ്സിന് പറയുന്ന പേരാണ് കോൺജുഗേഷൻ. ഓക്കെ, then restriction enzymes are used in option A gram staining, option B recombinant DNA technology, C sterilization and D fermentation. Okay, restriction enzymes നമ്മൾ എവിടെയാണ് യൂസ് ചെയ്യുന്നത്? Correct answer is recombinant DNA technology അല്ലെ rDNA ടെക്നോളജിയിലാണ്. അപ്പോൾ restriction enzymes എന്താ ചെയ്യുന്നത്? അവർ ആ DNA സ്പെസിഫിക് ഏരിയയിൽ പോയിട്ട് അല്ലെങ്കിൽ സ്പെസിഫിക് റെക്കഗ്നീഷൻ സീക്വൻസ് ഉണ്ട്, അതിനെ പാലിൻഡ്രോമിക് സീക്വൻസ് എന്ന് പറയും. ഫ്രണ്ടിൽ നിന്ന് വായിച്ചാലും ബാക്കിൽ നിന്ന് വായിച്ചാലും സെയിം രീതി ഇരിക്കുന്നതിനാണ് പാലിൻഡ്രോംസ് എന്ന് പറയും. അപ്പം അങ്ങനെയുള്ള റെക്കഗ്നീഷൻ സീക്വൻസിനെ ഐഡന്റിഫൈ ചെയ്തിട്ട് അവർ പോയി കട്ട് ചെയ്യുന്നതാണ് ആര്? റെസ്ട്രിക്ഷൻ എൻസൈം എന്ന് പറയുന്നത്. Okay, and it is an essential tool in this genetic engineering or rDNA technology. Then PCR stands for, PCR ന്റെ full form എന്താണ്? Protein chain reaction. Option B polymerase chain reaction, C peptide chain replication and D polymer catalytic reaction. Okay, അപ്പം എന്താണ് PCR എന്ന് പറഞ്ഞാൽ അതിൻ്റെ കറക്റ്റ് ആൻസർ ഇസ് പോളിമറേസ് ചെയിൻ റിയാക്ഷൻ ആണ്. ഓക്കെ, PCR എന്താ നടക്കുന്നത്? DNA ആംപ്ലിഫൈ ചെയ്യാണ് ചെയ്യുന്നത് അല്ലേ? PCR എന്താ ചെയ്യുന്നത്? സ്പെസിഫിക് DNA സീക്വൻസിനെ നമ്മൾ ആംപ്ലിഫൈ ചെയ്തെടുക്കും യൂസിങ് ദിസ് പോളിമറേസ് പ്രൈമേഴ്സ് ആൻഡ് തെർമൽ സൈക്ലിംഗ്. ഓക്കെ, അപ്പൊ PCR എന്ന് പറഞ്ഞാൽ പോളിമറേസ് ചെയിൻ റിയാക്ഷൻ. ഓക്കെ, then which enzyme is used in PCR? PCR ൽ നമ്മൾ യൂസ് ചെയ്യുന്ന എൻസൈം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേസ്, ബി ലൈഗേസ്, സി ടാക് പോളിമറേസ് ആൻഡ് ഡി അമൈലേസ്. ഓക്കെ, അപ്പം ഇതിനകത്ത് നമ്മൾ PCR ൽ യൂസ് ചെയ്തിരിക്കുന്ന എൻസൈം എന്ന് പറയുന്നത് കറക്റ്റ് ആൻസർ ഇസ് ടാക് പോളിമറേസ് ആണ്. ഓക്കെ, അപ്പോൾ ഈ ടാക് പോളിമറേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെർമസ് അക്വാട്ടിക്കസ് എന്ന് പറയുന്ന ഒരു ഓർഗാനിസത്തിൽ നിന്ന് ഐസൊലേറ്റ് ചെയ്തിട്ടുള്ള ഒരു എൻസൈമാണ് ഈ ടാക് പോളിമറേസ്. ആൻഡ് ഇതെന്ന് പറഞ്ഞാൽ ഒരു തെർമോസ്റ്റേബിൾ ആണ്. നമുക്കറിയാം PCR എന്ന് പറയുമ്പോൾ പല ടെമ്പറേച്ചറിലാണ്, 3 സ്റ്റെപ്സ് ഉണ്ടല്ലോ, ഡീനാച്ചുറേഷൻ, അനീലിംഗ്, എക്സ്റ്റൻഷൻ. അപ്പോൾ ഈ 3 സ്റ്റെപ്സ് നടക്കുന്നത് 3 ടെമ്പറേച്ചേഴ്സിലാണ് അല്ലേ? അപ്പൊ ആ 3 പണ്ട് നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഈ പോളിമറൈസ് എൻസൈമിന്റെ ഒരു പ്രശ്നം എന്തായിരുന്നു? ഓരോ ടൈമും ഓരോ സ്റ്റെപ്പിൽ നമ്മൾ മാറ്റി കൊടുക്കണം, കാരണം അത് തെർമോസ്റ്റേബിൾ അല്ലായിരുന്നു. പക്ഷെ നമുക്ക് പിന്നീടാണ് ഈ തെർമസ് അക്വാട്ടിക്കസിൽ നിന്ന് ടാക് പോളിമറൈസ് കണ്ടെത്തിയത്. അപ്പൊ ആ ടാക് പോളിമറൈസിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് തെർമോസ്റ്റേബിൾ ആണ് ആൻഡ് ഇറ്റ് ഇസ് DNA പോളിമറൈസ് എൻസൈം ആണ്. ഓക്കെ, അപ്പൊ DNA പോളിമറൈസ് എന്ത് ചെയ്യും? DNA സീക്വൻസിനെ ആഡ് ഓൺ ചെയ്തുകൊണ്ടേ ഇരിക്കും. ഓക്കെ, ആൻഡ് ഇതിന്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്താന്ന് പറഞ്ഞാൽ എറേഴ്സ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്, പ്രൂഫ് റീഡിംഗ് ആക്ടിവിറ്റി ഒന്നും ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ ടാക് പോളിമറേസ് ഇസ് എ തെർമോസ്റ്റേബിൾ DNA polymerase isolated from Thermus aquaticus. Okay. Then acid fastness of Mycobacterium tuberculosis is due to the presence of Mycobacterium tuberculosis in the acid fastness എന്തുകൊണ്ടാണ്? Option A teichoic acid, B mycolic acid, C lipopolysaccharide and D peptide bridges. Okay, Mycobacterium tuberculosis acid fastness കാണിക്കുന്നത് due to the presence of the mycolic acid in the cell wall. Okay, അപ്പോൾ ഈ മൈക്കോബാക്ടീരിയയുടെ പ്രത്യേകതയാണ് ഈ മൈക്കോളിക് ആസിഡ് ഉണ്ട്. ഈ മൈക്കോളിക് ആസിഡ് എന്ന് പറയുന്നത് ആക്ച്വലി ഒരു വാക്സി ലെയർ ആയിട്ട് അപ്പിയർ ചെയ്യും. അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത്? ഡീകളറൈസേഷനോടൊക്കെ സാധാരണ ഡീകളറൈസേഷനെയൊക്കെ റെസിസ്റ്റ് ചെയ്യും.
ആസിഡ് ഫാസ്റ്റ് സ്റ്റെയിനിങ്ങിൽ യൂസ് ചെയ്തിട്ടുള്ള റീകളറൈസർ ആണ് നമ്മൾ 20% H2SO4 യൂസ് ചെയ്യും. അപ്പോൾ അതിനിടയ്ക്ക് എന്ത് ചെയ്യും, ഈ ഓർഗാനിസം അല്ലെങ്കിൽ ഈ വാക്സി ലെയർ ഉള്ളതുകൊണ്ട് ഇറ്റ് ക്യാൻ റെസിസ്റ്റ്. സോ അതാ ഫസ്റ്റ് നമ്മൾ യൂസ് ചെയ്ത് കാർബോൾ ഫ്യൂഷനെ ടേക്കപ്പ് ചെയ്യും. ഓക്കെ, ആൻഡ് ആ ഒരു രീതിയിലാണ് ഇതിൻ്റെ ഒരു പ്രിൻസിപ്പിൾ പോകുന്നത്. ഓക്കെ, അപ്പം അങ്ങനെ ആസിഡിനെ റെസിസ്റ്റ് ചെയ്യുന്നത് കൊണ്ടാണ് നമ്മൾ ആസിഡ് ഫാസ്റ്റ് വാസിലെ എന്നും പറയുന്നത്. Okay, this mycobacteria possess a waxy mycolic acid in their cell wall, making them resistant to decolorization by acid alcohol during seal, Nielsen staining. Hence, they are called acid-fast bacilli. Okay. Then, the optimum temperature for growth of most human pathogens. Human pathogens in the optimum growth temperature എത്രയാണ് പറയണമെന്നുണ്ടെങ്കിൽ ഹ്യൂമൻ ബോഡി ടെമ്പറേച്ചർ എത്രയാണെന്ന് പറഞ്ഞാൽ മതി അല്ലേ. അപ്പം 4 ഓപ്ഷൻസ് 4 ഡിഗ്രി, 25 ഡിഗ്രി, 37 ഡിഗ്രി, 60 ഡിഗ്രി. ഈസി ആ ക്വസ്റ്റ്യൻ ആണ് അല്ലേ. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഏതാണ്? 37 ഡിഗ്രി ആണ്. മോസ്റ്റ് ഓഫ് ദി ഹ്യൂമൻ പാത്തോജൻസും മീസോഫൈൽസ് ആണ്. മീസോഫൈൽസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു 30 to 37 ഡിഗ്രിയിൽ ഗ്രോ ചെയ്യാൻ പറ്റുന്ന ഓർഗാനിസംസിന് നമ്മൾ പറയുന്ന പേരാണ് മീസോഫൈൽസ്. ഓക്കെ, ആൻഡ് അവർക്ക് ഏറ്റവും നല്ല ടെമ്പറേച്ചർ എന്ന് പറയുന്നത് നമ്മുടെ ബോഡി ടെമ്പറേച്ചർ ആണ്. ദാറ്റ് ഈസ് 37 degrees Celsius. Okay. Which fungal genus is used in citric acid production? Citric acid production നമ്മൾ യൂസ് ചെയ്യുന്ന ഫംഗസ് ഏതാണ് എന്നാണ് ചോദിച്ചത്. ഓക്കെ, ഓപ്ഷൻ എ കാൻഡിഡ, ബി ആസ്പെർജില്ലസ്, സി റൈസോപ്പസ് ആൻഡ് ഡി പെനിസിലിയം. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നമ്മൾ സിട്രിക് ആസിഡ് പ്രൊഡക്ഷന് യൂസ് ചെയ്യുന്നത് ഏതിനെയാണ്? കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ആസ്പെർജില്ലസ് ആണ് കേട്ടോ. ആസ്പെർജില്ലസ് നൈഗറിനെയാണ് നമ്മൾ മെയിൻ ആയിട്ട്, ആസ്പെർജില്ലസ് തന്നെയല്ല ആസ്പെർജില്ലസ് നൈഗറും കൂടെ ഉണ്ട്. ആസ്പെർജില്ലസ് നൈഗർ ഇസ് ഇൻഡസ്ട്രിയലി ഇമ്പോർട്ടൻറ്റ് ഫോർ ലാർജ് സ്കെയിൽ സിട്രിക് ആസിഡ് പ്രൊഡക്ഷൻ. ലാർജ് സ്കെയിലിൽ നമ്മൾ ഇൻഡസ്ട്രിയൽ മൈക്രോബയോളജിയിലൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ ലാർജ് സ്കെയിലിൽ നമ്മൾ സിട്രിക് ആസിഡ് പ്രൊഡക്ഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് ഏത് ഫംഗസിനെയാണ്? Aspergillus nigerനെയാണ്. Okay, important question ആണ്. Aspergillus niger is used for citric acid production in large scale industries. Okay. Which instrument separates molecules based on mass to charge ratio? Mass to charge ratio യുടെ ബേസിസിൽ സെപ്പറേറ്റ് ചെയ്യുന്നത് ഏത് ഇൻസ്ട്രുമെന്റ് വെച്ചിട്ടാണ്? Option A spectrophotometer, option B microscope, C mass spectrometer and D autoclave. Okay, അപ്പം ഇതിനകത്ത് എന്താണ് മാസ് ടു ചാർജ് റേഷ്യോയുടെ ബേസിസിൽ സെപ്പറേറ്റ് ചെയ്യുന്നത് ഏതാണ്? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ കേട്ടോ. മാസ് സ്പെക്ട്രോമീറ്റർ ആണ് കറക്റ്റ് ആൻസർ. ദിസ് മാസ് സ്പെക്ട്രോമെട്രി വഴി നമുക്ക് എന്താ പറയുക, we can identify the molecule by ionizing them and separating the ions according to mass to charge ratio. Okay, so the correct answer is mass spectrometer. Next, which immunoglobulin is predominant in primary immune response? Primary immune response le predominant ആയിട്ടുള്ള immunoglobulin ഏതാണ്? Option A IgA, B IgG, C IgM and D IgE. Okay, നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലേ, പ്രൈമറി ഇമ്മ്യൂൺ റെസ്പോൺസിൽ വരുന്ന ഇമ്മ്യൂണോഗ്ലോബുലിൻ ഏതാണ്? കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് IgM ആണ്. ഓക്കെ, ആൻഡ് ഈ IgG സെക്കൻഡറി, ഇപ്പം പ്രൈമറി അല്ല സെക്കൻഡറി ആണ് ചോദിച്ചിരുന്നതെങ്കിൽ കറക്റ്റ് ആൻസർ വിൽ ബി IgG. അതായത് ഒരു ആൻറ്റിജൻ നമ്മുടെ ബോഡിയിലേക്ക് ഫസ്റ്റ് ടൈം എൻ്റർ ചെയ്യുമ്പോൾ ഏതാണ് നമുക്ക് ഇൻഫെക്ഷൻ, ഏത് ആൻറ്റിബോഡിയാണ് ഫസ്റ്റ് വരുന്നത്? IgM ആയിരിക്കും. പക്ഷെ ആ സെയിം ആൻറ്റിജൻ അഗെയിൻ നമുക്ക് ഇൻഫെക്ഷൻ ഉണ്ടാക്കാൻ വരുവാണെന്നുണ്ടെങ്കിൽ അവിടെ നമ്മുടെ ബോഡിയിൽ ആദ്യം വരുന്നത് IgG ആയിരിക്കും. Okay, അതാ ഇവിടെ പറഞ്ഞത് IgM is the first antibody produced during primary immune response and IgG predominates in the secondary immune response. Okay, അപ്പോൾ primary immune response ൽ വരുന്ന IgM, secondary immune response ൽ വരുന്നത് IgG. അലർജിക് ആണെന്നുണ്ടെങ്കിൽ എന്താണ്? IgE ആയിരിക്കും. ആൻഡ് മ്യൂക്കോസൽ ആണെന്നുണ്ടെങ്കിൽ, മ്യൂക്കോസൽ ഇമ്മ്യൂണിറ്റി ആ ചോദിച്ചിരിക്കുന്നതെങ്കിൽ that will be IgA. Okay. അപ്പോൾ നമ്മൾ
കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിസ്കസ് ചെയ്തു, എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. പ്രിവലൻ്റ് ആയിട്ട് ഉള്ള ടോപ്പിക്സിൽ നിന്ന് എടുത്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് മെയിനായിട്ട് ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ഇതല്ലാതെ കോമൺ ആയിട്ടുള്ള ബാക്ടീരിയോളജിക്കൽ ഇൻഫെക്ഷൻസിനെ ബേസ് ചെയ്തിട്ടും അതുപോലെ നോർമൽ ആയിട്ടുള്ള മറ്റു ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ചെയ്ത് ഞാൻ മറ്റൊരു വീഡിയോയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും റെഫർ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ സെഷൻ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.